നമസ്കാരം. കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ ശ്വാസം കിട്ടാതെ യുവാവും രക്ഷിക്കാനിറങ്ങിയ ഓട്ടോറിക്ഷ ഡ്രൈവറും മരിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 12:30 എരുമേലി ടൗണിന് സമീപമാണ് സംഭവം. പെയിന്റിംഗ് തൊഴിലാളിയായ കൂപ്പള്ളി 4 മൈൽ സ്വദേശി അനീഷ്, എരുമേലി സ്വദേശി ഓട്ടോറിക്ഷ ഡ്രൈവർ ബിജു എന്നിവരാണ് മരിച്ചത്. 35 അടിയോളം താഴ്ചയുള്ള കിണറിൽ ആദ്യം അനീഷാണ് കുടുങ്ങിയത്. പിന്നീട് രക്ഷിക്കാനായി ബിജുവും ഇറങ്ങി. എരുമേലി സ്വദേശി ഷൈബുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കിണർ. ഷൈബുവിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കായിരുന്ന പെയിന്റിംഗ് തൊഴിലാളിയായ സന്തോഷാണ് കൂടെ ജോലി ചെയ്യുന്ന അനീഷിനെ വിളിച്ചു വരുത്തിയത്. രാവിലെ കിണർ വൃത്തിയാക്കുന്നതിനായി ഇറങ്ങിയായിരുന്നു. ഉടനെ തന്നെ വിറയൽ അനുഭവപ്പെട്ടതായി സന്തോഷിനെ അറിയിച്ചു. സന്തോഷ് സുഹൃത്തായ ബിജുവിനെ വിളിച്ചു. ബിജു വന്നയുടൻ കിണറ്റിലിറങ്ങി. രണ്ടുപേരും 2 അടിയോളം വെള്ളമുള്ള കിണറ്റിൽ ബോധരഹിതരായി കിടന്നു. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുമെത്തിയ അഗ്നിശമന സേനയാണ് ഇരുവരെയും കരക്കെത്തിച്ചത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കൊപ്പം പോലീസും നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. ഓക്സിജൻ ലഭിക്കാതെ വന്നതാണ് അപകടത്തിൽപ്പെടാൻ കാരണം. ആദ്യം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ ശ്വാസം കിട്ടാതെ തിരികെ കയറേണ്ട അവസ്ഥയുണ്ടായി. പിന്നീട് ഓക്സിജൻ സിലിണ്ടറുമായിട്ടായിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കിണറ്റിലിറങ്ങിയത്. മൃതദേഹങ്ങൾ എരുമേലി CHCയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പറ്റാത്ത അവസ്ഥയായി തിരിഞ്ഞു കയറി. വീണ്ടും ഞാൻ ചേർന്നോട്ടിലിറങ്ങി. സാറ് സേഫ്റ്റി ബെൽറ്റ് ഇട്ടുകൊണ്ടിറങ്ങി. താഴെ ചെന്ന് രണ്ടുപേരും കാലുകൾ തമ്മിൽ പിണഞ്ഞു കിടന്നുകൊണ്ട് വിസ്താരം കുറവായിരുന്നതുകൊണ്ടും നമുക്ക് രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി ആളെ പൊക്കി നിർത്തിക്കൊണ്ട് കാലുകൾ ഉടച്ച് വേർപെടുത്തി മുണ്ട് അത് തന്നെയല്ല ഇവർ അതിനകത്ത് കിടന്ന് പിടഞ്ഞിട്ടുള്ളതുകൊണ്ട് ഈ മുണ്ട് കാലിൽ ചുറ്റിക്കൊണ്ട് അത് അയച്ചെടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരാൾ ഒറ്റയ്ക്ക് നടക്കുന്ന കാര്യമല്ലേ, രണ്ടുപേരും കൂടെ ശരിക്കും പാടുപെട്ടാണ് ആളെ ഓരോരുത്തരെയായിട്ട് നെറ്റിൽ കയറ്റി ഇറക്കിപ്പിച്ചത്. നമ്മൾ വന്നപ്പോൾ രണ്ടുപേരും ഉള്ളിൽ ഓക്സിജൻ കുറവായിരുന്നു. ഓക്സിജൻ ഇല്ല. ഞങ്ങൾ BSH സിലിണ്ടർ ഓക്സിജൻ സിലിണ്ടർ പൊട്ടിച്ച് താഴെ ഇറക്കിയിട്ടാണ് ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തിയത്. ശരീരം തളർന്നു പോകുന്നു.